ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, ഒരു ചെറിയ ഗെയിം. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ആണ് ഗൈസ്. നമ്മൾ അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നോക്കാൻ പോവുകയാണ്. അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ബ്രേസസ് ഇട്ട് ഗൈസ്, കണ്ട കൊള്ളാവോ? താഴെ എല്ലാവരും കമൻറ്റ് ചെയ്യും കൊള്ളാവോ ഇല്ലയോന്ന്. എനിക്കിഷ്ടപ്പെട്ടു, കൊള്ളല്ലേ, നല്ല രസമുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഗൈസ്, നമുക്ക് വീഡിയോയിലോട്ട് വരാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്തു. ഇൻട്രൊഡക്ഷനൊക്കെ വന്ന് RGS നമ്മൾ ഗെയിം. അപ്പോൾ ഗൈസ്, നമ്മൾ കാര്യം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. ഒന്നുമില്ല ഗൈസ്, നമ്മളിന്ന് കുറച്ച് ടാസ്ക്കാണ് ചെയ്ത് നോക്കാൻ പോകുന്നത്. ലൈക്ക് സ്റ്റീലിംഗ് പോലീസ് കാർ വിത്ത് ഫുൾ വാണ്ടഡ് ലെവൽ. നമ്മൾ മീൻസ് പോലീസ് കാർ സ്റ്റീൽ ചെയ്തിട്ട് പോലീസ് കാറിന് ഫുൾ വാണ്ടഡ് ലെവലിൽ നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഗൈസ്. പോലീസ് കാർ സ്റ്റീൽ ചെയ്യുമ്പോൾ ഫുൾ വാണ്ടഡ് ലെവലാവുമെന്നൊക്കെ നമുക്ക് നോക്കാം. അങ്ങനത്തെ കുറച്ച് ടാസ്ക്കാണ് ഗൈസ് നമ്മൾ ചെയ്ത് നോക്കാൻ പറഞ്ഞത്. കുറച്ച് എക്സ്പെരിമെൻറ്റ്സ്, ആ ഒരു കാര്യങ്ങളൊക്കെ അതാണ് ഗൈസ് നമ്മളിന്ന് ചെയ്ത് നോക്കാൻ പോകുന്നത്. എന്താവുമെന്ന് അറിയത്തില്ല ഗൈസ്, പാസ്സാവുമോ ഫെയിലാവുമോ ഒരു പിടിയില്ല. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, എന്ത് പറ്റുമെന്ന് അറിയത്തില്ല. നമുക്കിതേ നമ്മുടെ വണ്ടിയൊക്കെ ഫ്രണ്ടിൽ കിടപ്പുണ്ട് ഗൈസ്. അതിന് മുമ്പ് നമുക്ക് ഡ്രസ്സൊന്ന് മാറ്റല്ലേ ഗൈസ്. ഡ്രസ്സ് ഒരു ലുക്കില്ല. നമുക്ക് ബ്ലാക്ക് ടീഷർട്ട് ഇടാം. ഇത് മതി. പിന്നെ ബ്ലാക്ക് പാൻസ് ആക്കാം അല്ലേ? ബ്ലാക്ക് ഓക്കെ ഷോർട്ട്സ് ഇതാണ് നല്ലത്. ബാഗ് മാറ്റിയേക്കാം. തൊപ്പിയൊന്നും വേണ്ട ഗൈസ്, നമുക്ക് മുടിയാണ് നല്ലത്. മുടിയിട്ട് ഒരു കണ്ണാടിയും കൂടെ അങ്ങ് വെച്ചേക്കാം. ഓക്കെ സെറ്റ് ഗൈസ്. നമ്മളെ കാണാൻ കിടിലൻ ലുക്ക് ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോവാം ഗൈസ്. വണ്ടി നമ്മൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എടുക്കുന്നില്ല ഗൈസ്. നമ്മൾ നേരെ വെളിയിലോട്ട് അങ്ങ് പോവുക. അപ്പോൾ വണ്ടിക്ക് എന്താ പറ്റിയതെന്നൊന്നും അറിയത്തില്ല. നമുക്ക് കുഴപ്പമില്ല ഗൈസ്, കുഴപ്പമില്ല, പോകുന്നുണ്ട്. നമുക്കിനി പോലീസ് സ്റ്റേഷനിലോട്ട് പോവാം. പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ കാണുമോ? നമുക്കെന്തായാലും ഒന്ന് നോക്കാം ഗൈസ്. ചിലപ്പോൾ അവിടെ പോലീസ് ചേട്ടന്മാരൊക്കെ കാണാൻ ചാൻസ് ഉള്ളൂ. നമുക്കെന്തായാലും അവിടെ വരെ ഒന്ന് പോയി നോക്കാം. നമ്മുടെ ഡിഫൻഡറൊക്കെ പൊളിയാണ് ഗൈസ്. എൻ്റെ ഫേവറേറ്റ് വണ്ടിയാണ് ഗൈസ് ഡിഫൻഡർ. നിങ്ങളുടെ ഫേവറേറ്റ് വണ്ടി ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. പോലീസ് സ്റ്റേഷനിൽ ഇല്ല ഗൈസ്, അവിടെ കുറേ പോലീസ് ചേട്ടന്മാരേ ഉള്ളൂ. നമുക്കെന്നാൽ പിന്നെ റോഡിൽ എവിടെയെങ്കിലും പോലീസുകാരുണ്ടോ നോക്കിയാലോ? പോവാം ഗൈസ്, നമുക്ക് നോക്കാം. ഇവിടെ കാണാൻ ചാൻസ് ഉണ്ട്. അയ്യോ ഗൈസ്, ഇപ്പം തട്ടിയാൽ നമ്മുടെ വണ്ടി ജസ്റ്റ് മിസ്. പയ്യെ പോവാം. ഡിഫൻഡർ നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. അയ്യോ ഗായ്സ്, സ്മൂത്തായിട്ട് പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഗൈസ് നമ്മുടെ ഡിഫൻഡർ ചെറുതായിട്ടൊന്ന് പണി പറ്റിച്ച്, ചെറുതായിട്ടൊന്ന് ഇടിച്ച് ഗൈസ്. നമ്മുടെ വണ്ടി ഡോറൊക്കെ ചെറുതായിട്ടൊരു പണി പറ്റി. കുഴപ്പമില്ല, നമുക്ക് മാക്സിമം പയ്യെ പോകാൻ നോക്കാം. അങ്ങനെ ഇത് കിട്ടുന്നില്ല. വണ്ടി ഇവിടെ ഒന്ന് നിർത്താം ഗൈസ്. ഇങ്ങനെ പോയാൽ എനിക്കൊന്നും പോലീസ് വരത്തില്ല എന്ന് തോന്നുന്നു. നമുക്ക് അവനെ ഒന്ന് വെടിവെച്ച് നോക്കിയാലോ? വെടിവെച്ചാൽ ചിലപ്പോൾ പോലീസ് വരും. മിനി ഗണ്ണ് എടുത്താലോ? മിനി ഗണ്ണ് എടുക്കാം. അല്ലെങ്കിൽ വേണ്ട, ഇതിനൊക്കെ AK-47 അതിൻ്റെ AK-47 എടുക്കാം, ഒരാളെ കൊല്ലണമെന്നൊക്കെ. മിനി ഗണ്ണാണെങ്കിൽ മറ്റേ എപ്പോഴും വെടിവെക്കാനുള്ളത് ഗൈസ്. നമുക്കിവനെ വെടിവെക്കാം. അയ്യോ ഗായ്സ്, ഇവരാരും ഗൈസ്, ഷാറൂഖ് ഖാനോ ഗൈസ്? വല്ല ആക്ഷനൊക്കെ കാണിച്ച് ബോളിവുഡ് സിനിമയിലൊക്കെ പോലെ കാണിക്കുന്നു ഗൈസ്. എന്തായാലും പോലീസ് വരുന്നു. വന്ന് അയ്യോ ഗായ്സ്, പോലീസ് നേരെ വന്ന് നമ്മുടെ വണ്ടിയിലിടിച്ച്. കുഴപ്പമില്ല, നമ്മൾ പോലീസ് വണ്ടി എടുക്കാൻ പോയില്ലേ. അപ്പോൾ വണ്ടി അവിടെ കിടക്കട്ടെ. പോലീസ് ചേട്ടാ ഒന്ന് മാറിക്കും. ചേട്ടാ വെടിവെക്കുന്നത് ഗൈസ് നമ്മളവിടെ. നമുക്കും അങ്ങ് വെടിവെച്ചിട്ടേക്കാം. നമ്മളെ വെടിവെച്ചാൽ നമ്മളും വെടിവെക്കാം, അത്രേ ഉള്ളൂ. പോലീസുകാരെടുക്കാം ഗൈസ്. ഗൈസ്, ഇപ്പോൾ ഒരു 1 സ്റ്റാർ ആയിട്ടുണ്ട്, വേറെ കുഴപ്പമില്ല. നമുക്കെന്നാലും പോലീസുകാരെടുത്ത് പോവാം. നേരെ അങ്ങ് പോവാം നമുക്ക്. ഗൈസ്, ഇതിങ്ങനെ പോയാൽ ശരിയാവുമെന്ന് തോന്നുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്താലോ? ഇവിടെ ഒളിക്കാൻ പറ്റില്ല, എൻ്റെ അകത്ത് ഒളിക്കാൻ പറ്റും ഗൈസ്. എന്നാൽ പിന്നെ നമുക്ക് ജമ്പ് ചെയ്താലോ ഗൈസ്? പോലീസുകാർ വെച്ച് നമുക്കൊന്ന് ജമ്പ് ചെയ്ത് നോക്കിയാലോ? ചെറുതായിട്ട് ജമ്പിങ് പറ്റുമെന്ന് അറിയത്തില്ല ഗൈസ്. നമുക്ക് ജമ്പ് ചെയ്ത് നോക്കാം. നമുക്ക് തെങ്ങ് പോയിട്ട് അവിടെ നിന്ന് തിരിച്ചു വരാം ഗൈസ്, വളച്ചു വരാം.
ഇതുവരെയായിട്ടും 1 സ്റ്റാർ വാണ്ടൽ ലെവലേ ആയിട്ടുള്ളൂ ഗൈസ്. പോലീസുകാരുടെ വണ്ടിയൊന്നും വേണ്ടാന്ന് തോന്നുന്നു ഗൈസ്. എന്തുവാടേ വണ്ടി എടുക്കാൻ 1 സ്റ്റാർ ലെവല്? കുറേ ഇങ്ങോട്ട് കയറി വാ. പോട്ടെ ഗൈസ്, പോട്ടെ നമ്മളിത് കയറി പോവാണ് ഗൈസ്. പോട്ടെ. അയ്യോ ഗൈസ്, ചെറുതായിട്ടൊന്ന് കണ്ടുകൊണ്ട് പോയി. ഗൈസ് നമ്മൾ വീണ് ഗൈസ്. നമുക്ക് നല്ല വേനുണ്ട്. ഗൈസ് ചോരയൊക്കെ തെറിച്ച് ഗൈസ്. നമ്മൾ പോലീസുകാരല്ലേ ഗൈസ്? പോലീസുകാർ ആകാശത്ത് കയറി പോയാ? അയ്യോ ഗൈസ്, നമ്മുടെ പോലീസുകാർ പോയി ഗൈസ്. നമ്മുടെ വാണ്ടൽ ലെവലും പോയി. എനിക്കൊന്ന് പോലീസുകാർക്കൊക്കെ അവരുടെ വണ്ടി വേണ്ടാന്ന് ഗൈസ്. ദിയാന. അപ്പോൾ ഗൈസ് നമ്മളിത് ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ അടുത്തായിട്ട് എത്തി ഗൈസ്. നമ്മുടെ വീടിൻ്റെ ഒരു ഭാഗത്തായിട്ടൊക്കെ എത്തി. എയർപോർട്ട് ഇത് ബാക്കിലുണ്ട്. ഗൈസ് നമ്മൾ വേറൊരു ചലഞ്ച് ചെയ്യാൻ പോവുക. ഗൈസ് നമ്മളതേക്കാൻ ഹെൽമെറ്റൊക്കെ എടുത്ത് സേഫ്റ്റി ഫസ്റ്റ്. നമ്മളിപ്പോൾ ഇറങ്ങാൻ പോകുന്ന അവനറിയത്തില്ല. അപ്പോൾ ഗൈസ് നമ്മൾ വേറൊരു കാര്യം ചെയ്യാൻ പോവാം. മറ്റേത് ഫെയിലായില്ലേ ഗൈസ്. നമ്മളപ്പം 10 മിനിറ്റ് വാണ്ടഡ് ലെവലിൽ നിൽക്കാൻ പോവാണ് ഗൈസ്. പോലീസുകാർ ചേസ് ചെയ്യോ ഇല്ല നമുക്ക് നോക്കാം. അയ്യോ ഗൈസ്, ഹെൽമെറ്റ് കാലി കിടപ്പോൾ വീണ് ഗൈസ്. അത്രയ്ക്ക് ശക്തി ഇല്ലേ ഗൈസ് അവന്? ഹെൽമെറ്റ് എൻ്റെ കാലി വീണപ്പോഴത്തേക്കും അവനങ്ങ് വീണ് ചോരയൊക്കെ തെറിച്ച് ഗൈസ്. വേണ്ട നമുക്ക് അതാണ് ഗൈസ് പോലീസ് സ്റ്റേഷൻ. അതല്ല എയർപോർട്ടിൻ്റെ ബാക്കിൽ. നമുക്ക് എന്നാൽ പിന്നെ ഇവനെ വെടി വെച്ചിട്ടിട്ട് പോലീസിനെ വരുത്താം ഗൈസ്. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് വണ്ടി എടുത്ത് ഇവിടെ കൊണ്ടുവരാം. അല്ലെങ്കിൽ പെട്ടെന്ന് പോലീസ് വരുമ്പോൾ നമുക്ക് വണ്ടി എടുത്ത് ഓടാൻ പറ്റത്തില്ല, അങ്ങ് വരെ പോകണം. അതുപോലെ പോലീസ് നേരെ കയറി വന്ന് വണ്ടിയിൽ ഇടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് വരാം. വണ്ടി കയറ്. ഗൈസ് ഇവിടെ നിർത്താം. നമുക്ക് തോക്കെടുക്കാം ഗൈസ്. AK-47 എടുക്കാം. ഓക്കെ, ഇവനെ അങ്ങ് വെടി വെച്ചിടാം ഗൈസ്. അപ്പോൾ പോലീസ് വരും. ഞാൻ ഗൈസ് അവളെ അങ്ങ് വെടി വെച്ചിടാം. യെസ് ഗൈസ്, 2 സ്റ്റാർ കിട്ടി. അവനെ വെടിക്കാൻ പറ്റുന്നില്ല ഗൈസ്, ദൂരെ ആയതുകൊണ്ട് അത്രയ്ക്ക് പവറില്ല നമ്മളെ കാണുന്നത്. അയ്യോ ഗൈസ്, അതേ പോലീസ് വന്നു ഗൈസ്. നമ്മുടെ വണ്ടി ബാക്കിലടിച്ച് ഗൈസ്. നമ്മുടെ വണ്ടിക്കൊന്നും പറ്റിയില്ലല്ലോ. ഇല്ല ഗൈസ്, പക്ഷേ നമുക്ക് കുറച്ചും കൂടെ ഇത് വേണം ഗൈസ്. ഇവളെ ഈ ഒരു ഭാഗത്ത് 2 രൂപയുണ്ട്. അവരെയും കൂടി ഇടിച്ചിടാം. സമയം കിട്ടത്തില്ല, എന്നാലും ഇടിച്ചിടാം. AK-47 അടി. കമോൺ. അയ്യോ ഗൈസ്, പോലീസ് നിറഞ്ഞ്. ഇവളെയും വിളിച്ച് ഗൈസ്. 3 സ്റ്റാർ വാണ്ടഡ് ലെവലായി. ഒരെണ്ണം കൊണ്ട് ഇല്ല ഗൈസ്. 4 സ്റ്റാർ വരണം, എന്നാലും കുഴപ്പമില്ല ഗൈസ്. നമുക്ക് 3 സ്റ്റാർ. അയ്യോ ഗൈസ്, ഈ പോലീസ് ചേട്ടൻ നമ്മൾ ഇടിച്ചിടാൻ പോവാ. പോലീസ് നമുക്ക് എന്തായാലും വണ്ടി എടുത്ത് പോവാം ഗൈസ്. ഇനി ഇവിടെ നിന്നാൽ പണിയാ. എല്ലാ പോലീസും വന്ന് 3 സ്റ്റാർ വാണ്ടഡ് ലെവലിൽ കിട്ടി ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് എസ്കേപ്പ് ആവാം ഗൈസ്. ഞാൻ എടുത്തേക്കുന്നത് നിഞ്ച H2 ആണ് ഗൈസ്. എൻ്റെ ഫേവറേറ്റ് ബൈക്കാണ്. നല്ല സ്പീഡല്ലേ ഗൈസ്. നമ്മൾ കായലിൽ നിന്നെടുത്ത് കടലിൽ ചാടിയോലായി ഗൈസ്. നേരെ ഒന്ന് കയറിയത് പോലീസിൻ്റെ ഫ്രണ്ടിലാണ്. അയ്യോ ഗൈസ്, ഇതെന്തോ ഗൈസ്, പോലീസുകാർ മരത്തിലൊന്നും ഇടിച്ചപ്പോൾ മരം കറങ്ങിയൊക്കെ അങ്ങ് വീഴുന്നു ഗൈസ്. ഇതേ നമ്മുടെ വണ്ടി ഇപ്പോഴും ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ ഡിഫൻഡർ ഗൈസ്. എന്നാലും എനിക്ക് വിഷമമുണ്ട്, എന്നാലും കുഴപ്പമില്ല ഗൈസ്. നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ എസ്കേപ്പ് ആവുന്നത് നമുക്കിപ്പോൾ എസ്കേപ്പ് ആവും. എന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വരാം ഗൈസ്. എന്നാൽ പിന്നെ നമുക്ക് ജറാസിക് പാർക്കിലൊന്ന് കയറിയിരുന്ന് നോക്കിയല്ല. ജറാസിക് പാർക്കിൽ പോലീസ് വരാൻ ചാൻസ് ഇല്ല. ജറാസിക് പാർക്കിലൊന്ന് കയറി ഇവിടെ ഒന്ന് ഇരിക്കാമല്ലോ. എന്നിട്ട് ആ ഒരു സമയമൊക്കെ അങ്ങ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇറങ്ങാം ഗൈസ്. ഇല്ലെങ്കിൽ പോലീസ് വന്ന് അറ്റാക്ക് ചെയ്യും ഗൈസ്. ഞാനിവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരു 5ഓളം മിനിറ്റായി. എന്നിട്ട് നമ്മുടെ സ്റ്റാർ ലെവൽ കുറഞ്ഞില്ല. നമ്മൾ മിക്കവാറും ഇവിടെ തന്നെ ഇരുന്ന് പോസ്റ്റ് ആവും ഗൈസ്. എന്നാൽ പിന്നെ ഗൈസ് നമുക്ക് ഇവിടുത്തെ ജറാസിക് പാർക്കല്ലേ, ഒരു ഡൈനോസറിനെയൊക്കെ ഒന്ന് കൊന്നു നോക്കിയാലോ ഗൈസ്. നമുക്കെന്നാ അങ്ങനെ ഒന്ന് ചെയ്താലോ. നമുക്ക് ഡൈനോസറിനെ ആ ഒരു ഇത് ചെയ്യാം ഗൈസ്. നമുക്ക് ഡൈനോസറിനെ എടുത്തോട്ട് പോകാം. എന്നിട്ട് നമുക്ക് ഡൈനോസറിനെ കില്ല് ചെയ്യാം. സ്റ്റാർ ചെയ്യുന്നവരെ നമുക്ക് ഡൈനോസറിനെ കില്ല് ചെയ്ത് ആ ഒരു ചലഞ്ച് ചെയ്യാൻ ഗൈസ്. ഇതിന് നല്ലത് നിഞ്ച H2 അല്ലേ ഗൈസ്. നമുക്ക് ATV എടുക്കാം. ഇവിടെയൊക്കെ ഒളിച്ചടക്കാൻ ATV ആണ് നല്ലത്. ATV 222. ഗൈസ്, ഹെൽമെറ്റ് വീഴുന്ന ഗൈസ് നമ്മുടെ ചെക്കൻ. നമുക്ക് ഫോൺ എടുക്കാം. ATV. അയ്യോ ഗൈസ്, നമ്മൾ കുറേ പോയി. 222.
അപ്പോൾ ഗൈസ് നമ്മളിത് ATV സ്പോൺ ചെയ്തു ഗൈസ്. ഇനി നമുക്ക് ഇതിനകത്ത് കയറി നമുക്ക് ഡൈനോസറിനെ കൊല്ലാൻ പോകാം. പക്ഷേ എനിക്ക് ഒരു വിഷമേ ഉള്ളൂ ഗൈസ്, നമുക്ക് മറ്റേ ചലഞ്ച് അങ്ങോട്ട് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. പോലീസുകാരും അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. പോലീസുകാരാണെങ്കിൽ മേളിൽ ആകാശത്തിട്ട് കാണാനും ഇല്ല. ചേസിങ് 1 സ്റ്റാറിൽ നിൽക്കും, ഇതായിട്ടും കുറഞ്ഞില്ല. എന്നാലും കുഴപ്പമില്ല. നമുക്കിപ്പോൾ ഡൈനോസറിനെ നോക്കാൻ പോകാം ഗൈസ്. ഇവിടെ കണ്ടാൽ മതിയായിരുന്നു, ഇവിടെ കാണുന്നില്ല. നമുക്ക് കുറച്ചങ്ങോട്ട് പോയി നോക്കാം. ഗൈസ് 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 നിങ്ങൾ കണ്ടില്ലേ അവിടുത്തെ ഡൈനോസർ ഗൈസ്? മിണ്ടല്ലേ. നമുക്ക് പയ്യെ അതിനെ ഇറങ്ങി വെടി വയ്ക്കാൻ നോക്കാം ഗൈസ്. ഇന്ത്യ അത് നമ്മുടെ അടുത്ത്. അയ്യോ ഗൈസ്, കേട്ട് ഗൈസ്, നമ്മളെ കണ്ട് ഗൈസ്. നമുക്ക് വേഗം മിസൈൽ എടുത്ത് വെടി വയ്ക്കാം. മിസൈൽ ഇതിനൊക്കെ പറ്റൂ. വേഗം വെടിക്കാം ഗൈസ്, വെടിക്ക്. യെസ് ഗൈസ്, അവസാനം നമ്മളതിനെ കൊന്ന് ഗൈസ്. അയ്യോ ഗൈസ്, ഓട് ഗൈസ്. ഇതെവിടുന്ന് ഗൈസ്? നമ്മളത് കണ്ടില്ല. പുറകിൽ നിന്ന് ഒരു ഡൈനോസർ വന്നായിരുന്നു ഗൈസ്, നമ്മളത് കണ്ടില്ല ഗൈസ്. എന്നാലും പുറകിൽ നിന്ന് വന്ന് നമ്മളെ കില്ല് ചെയ്തു ഗൈസ്, അറ്റാക്ക് ചെയ്തു ഗൈസ്. നമ്മളത് കണ്ടില്ല. അതുപോലെ ഓടാനും സമയം കിട്ടിയില്ല, അതിന് മുമ്പേ അത് കടിച്ച് കൊന്നു ഗൈസ്. നമുക്കിനി എന്തു ചെയ്യും ഗൈസ്? നമുക്കെന്നാൽ പിന്നെ വേറെന്തെങ്കിലും നോക്കാം ഗൈസ്. എന്നാലും ഒരെണ്ണത്തിനെ കൊന്നു ഗൈസ്, അത് മതി. നമ്മുടെ വണ്ടി പിന്നെയും വന്നു ഗൈസ്. നമുക്കെന്നാൽ വണ്ടി കയറി. അല്ലെങ്കിൽ ഗൈസ് ഒരു ഐഡിയ, നമ്മൾ ഇറങ്ങാം. നമുക്ക് നമ്മുടെ KTM എടുത്തിട്ട് നമുക്ക് ചേച്ചിമാരെ ബാക്കി വെച്ചോണ്ട് നമുക്ക് ബീച്ചിലൊന്ന് പോയാലോ? KTMൻ്റെ നമ്പർ എത്രയായിരുന്നു ഗൈസ്? 1210 അല്ലായിരുന്നോ? 1210. അങ്ങനെ ഗൈസ് നമ്മുടെ KTM ഇതാ വന്നു ഗൈസ്. ഇനി നമുക്ക് ചേച്ചിമാരെ വല്ലതും, ഇവിടെയുള്ള ചേച്ചിമാരെ വല്ലതും കൊണ്ടുപോയി നമുക്ക് ബീച്ചിൽ പോകാം ഗൈസ്. നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം. ഗൈസ് ഇതെന്തുവാ? വോൾക്കാനോ ഗൈസ്. എനിക്ക് ഓർമ്മ വന്നു, ഞാൻ ഇന്നലെ ഗെയിം എടുത്ത് ചുമ്മാ ഒന്ന് കളിച്ചോണ്ടിരുന്നപ്പോൾ നമ്മളെ RGS ടൂൾ എടുത്തിട്ട് ഞാൻ മറ്റേ ഇമേജ് അപ്ലോഡ് ചെയ്തായിരുന്നു. പക്ഷേ ഇന്നലെ കണ്ടില്ല, അതുകൊണ്ട് ഞാൻ വെച്ച്. പക്ഷേ ഇപ്പോൾ അതേ കിട്ടി ഗൈസ്. എനിക്ക് വന്ന് ഗൈസ്, നിങ്ങൾക്ക് ലക്കുണ്ട്, നിങ്ങളെ കാണിച്ചുകൊണ്ട് തന്നെ കിട്ടി. ഇനി നമുക്ക് ഈ ചേച്ചിനെ ഒന്ന് കയറ്റേക്കാം. ഫോൺ എങ്ങനെയാണ്? ഗൈസ് ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഇതെന്താ പറയുക ഗൈസ്, നമ്മൾ ആടുത്തെങ്കിലും പോയി നിന്നിട്ട് നമ്മൾ ഫോൺ ബട്ടൺ നിൽക്കുവാണെങ്കിൽ അവർ നമ്മുടെ വണ്ടി കയറും ഗൈസ്. കാറിലല്ല, KTMൽ എങ്ങാണ്ടേ കയറുമല്ലോ എന്ന് മാത്രമാണ്. KTMൽ മാത്രം എങ്ങാണ്ടേ കയറുള്ളൂ എന്ന് തോന്നുന്നു ഗൈസ്. നമുക്കിപ്പോൾ ബീച്ചിലോട്ട് പോയേക്കാം. എന്നാലും ഗൈസ് നിങ്ങൾ ആ ഒരു സമയത്ത് തന്നെ ഗൈസ് ലാവ സ്പോണായി ഗൈസ്. നിങ്ങൾക്ക് ലക്കുണ്ട് ഗൈസ്, നിങ്ങളെ കാണിക്കാൻ എങ്ങാണ്ടൊന്നു ആ സമയത്ത് തന്നെ വന്ന് ലാവ. നമുക്ക് ബീച്ചിൻ്റെ റൂട്ട് എങ്ങോട്ടായിരുന്നു ഗൈസ്? ഇങ്ങോട്ടായിരുന്നു. ഇവിടുന്ന് എങ്ങോട്ടായിരുന്നു ബീച്ചിൻ്റെ റൂട്ട് ഒക്കെ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറന്നു ഗൈസ്. എനിക്കൊന്നും ഗൈസ് ഇങ്ങോട്ടായിരിക്കത്തില്ല, അങ്ങോട്ടായിരിക്കും. കാരണം എനിക്കൊരു ചെറിയ ഓർമ്മയുണ്ട്, നമ്മുടെ ആ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഭാഗത്തോട്ടെങ്ങാണ്ട. നമുക്ക് അങ്ങോട്ടപ്പോൾ ഒന്ന് പോയി നോക്കാം, അവിടെ അവനാ ചാൻസ്. അപ്പോൾ ഗൈസ് നമ്മളാ പോകുന്ന സമയം കൊണ്ട് നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഗൈസ്. എന്നാലേ നമുക്ക് ഇതേപോലത്തെ കണ്ടൻസ് ഇടാൻ ഒരു ബൂസ്റ്റൊക്കെ കിട്ടുക ഗൈസ്, ഒരു എനർജി വേണം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എവിടെയാണ് ഈ റൂട്ട് വരുന്നത്? എന്നാലും നമുക്ക് നേരെ ഒന്ന് പോയി നോക്കാം. One eternity later. ഫൈനലി ഗൈസ് നമ്മളവിടെ എത്തി. കുറച്ച് ചുറ്റി നേരെ തന്നെ നിന്നാലും, പക്ഷെ ഞാനൊരു വളവെടുത്തു ഗൈസ്, എൻ്റെ ഒരു മിസ്റ്റേക്കിൽ. എന്നാലും നമ്മൾ ഇവിടെ എത്തി ഗൈസ്. ഇപ്പം നമുക്ക് ചുമ്മാ ഒന്ന് ഇറങ്ങി ഒന്ന് ചില്ലടിക്കാം ഗൈസ്. എന്നിട്ട് നമുക്കൊന്ന് ഇറങ്ങി നിൽക്കാം. എന്തായാലും നമുക്ക് നമ്മുടെ വണ്ടി അങ്ങോട്ടൊന്ന് പാർക്ക് ചെയ്ത് വെച്ചേക്കാം, നല്ലപോലെ ഒന്ന് പാർക്ക് ചെയ്ത് സെറ്റാക്കാം. ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് ഇറങ്ങാം ഗൈസ്. ഓക്കെ ഗൈസ്, പെർഫെക്റ്റ് പാർക്കിംഗ്. ഇനി ഇറങ്ങാം. ചേച്ചി ഇറങ്ങി ഗൈസ്. ചേച്ചി ഇതേ നടക്കുവാന്ന് തോന്നുന്നു. നമുക്ക് ചേച്ചി നടക്കുക ഗൈസ്. ചേച്ചി എങ്ങോട്ടാണ് ഗൈസ് പോകുന്നത്? ചേച്ചി എങ്ങോട്ടാണ് ഗൈസ് പോകുന്നത്? അങ്ങോട്ടും എങ്ങോട്ടൊക്കെ പോകുന്നു ഗൈസ്. അത് വിട്, ചേച്ചി എവിടെയെങ്കിലും പോട്ടെ. നമുക്ക് ഒന്നിറങ്ങി കുളിച്ചിട്ട് വരാം. ചേച്ചി ഞാൻ ഒന്ന് ബീച്ചിലിറങ്ങി കുളിച്ചിട്ട് വരാവേ. ഇവിടെ നിൽക്കണേ, എങ്ങും പോവല്ലേ. നമുക്ക് തിരിച്ചുകൊണ്ട് വീട്ടിലാക്കാനുള്ളേ ഗൈസ്. ഇവിടെ നിൽക്കണേ ചേച്ചി. നമുക്കെന്തായാലും ഒന്ന് കുളിച്ചിട്ട് വരാം. ഒറ്റച്ചാട്ടം. നമുക്ക് ഓടിപ്പോയി നീന്താൻ ഗൈസ്. നീ ഓടി. യെസ്. അയ്യോ ഗൈസ്, എന്തുപറ്റി ഗൈസ്?
ഗൈസ് ഗ്ലിച്ച് അടിച്ചാന്ന് തോന്നുന്നു. നേരെ പോയി താഴെയാണ് ഗൈസ് വീണത്. ഇപ്പോൾ സെറ്റായി. ഞാൻ വിചാരിച്ച് പോയെന്ന്. നല്ല നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് വരാം ഗൈസ്. നമ്മുടെ ചെക്കൻ നല്ലപോലെ നീന്തും ഗൈസ്. നമുക്ക് നല്ലപോലെ ഒന്ന് നീന്താം. ഗൈസ് എന്തൊരു തണുപ്പ്, നല്ല തണുപ്പുണ്ട് ഗൈസ്. നമുക്ക് അവിടം വരെ ഒന്ന് പോയിട്ട് വന്നാലെന്നാൽ പിന്നെ നമുക്ക് ഇങ്ങനെ പോയി. അയ്യോ ഗൈസ് നമ്മൾ അങ്ങോട്ട് വന്നെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെയും കരയ്ക്കണം. നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളങ്ങ് നീന്തി അങ്ങ് പോയി ഗൈസ്. നമ്മളൊന്ന് ചില്ലൊക്കെ അടിച്ച് നല്ലപോലെ നീന്തിയൊക്കെ പോയി. പക്ഷേ ഇപ്പോൾ കാലും കൈയും വേനിക്കുന്നു ഗൈസ്. നല്ല വേന നീന്തി നമുക്കെന്തായാലും ഇറങ്ങാം ഗൈസ്. കുറേ നേരമായി ഗൈസ്. ചേച്ചി ഇവിടെ ചേച്ചി ഇവിടെ ഉണ്ട് ഗൈസ്. നമ്മുടെ ഡ്രസ്സൊക്കെ നനഞ്ഞു ഗൈസ്. നമുക്ക് ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യണം. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം ഗൈസ്. നമുക്ക് വൈറ്റ് ടീഷർട്ടും ബ്ലാക്ക് ഇതും ആക്കാം ഗൈസ്. അതോ വൈറ്റ് തന്നെ വേണോ നോക്കട്ടെ ഗൈസ്. നമുക്ക് അല്ലെങ്കിൽ ഗൈസ് നമുക്ക് ഇപ്പം ഇതാക്കാം ഗൈസ്. ഇതെല്ലാം മാച്ചുണ്ട്. ബ്ലാക്ക് ഷർട്ടും വൈറ്റ് ഷൂട്ട്സും ഇത് മതി ഗൈസ്. ഇത് കൊള്ളാം. അപ്പോൾ നമുക്കിനി ചേച്ചീനെ വിളിച്ചുകൊണ്ട് വീട്ടിൽ പോകും ഗൈസ്. നമ്മുടെ ബൈക്ക് ട്രിപ്പുണ്ട്. ചേച്ചി അവിടെ കിടന്ന് കുറേ നേരമായിട്ട് നടക്കുന്നു ഗൈസ്. എക്സസൈസ് ആണെന്ന് തോന്നുന്നു ഗൈസ്. ഒക്കെ നല്ല ചേച്ചീനെ വിളിച്ചുകൊണ്ട് വീട്ടിൽ പോകും. ആദ്യം നമുക്ക് ബൈക്ക് എടുക്കാം. ബൈക്ക് എടുക്കൂ. നമുക്ക് ചേച്ചീനെ കയറ്റാം ഗൈസ്. ചേച്ചി കയറി. ചേച്ചി ഇവിടെ വായി ചേച്ചി ഗൈസ്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ചേച്ചി അങ്ങോട്ട് പോകുന്നു. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ചേച്ചി ഇങ്ങോട്ട് വരുന്നു. എന്തോ ഗൈസ്. ഇനി ഞാൻ കയറ്റിയിരിക്കും ഗൈസ്. നമുക്ക് ഇവിടെ വെച്ച് കയറ്റാം. അത് തന്നെ. ചേച്ചി അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ടൊക്കെ വരുമായിരുന്നു ഗൈസ്. ഇനി നമുക്ക് നേരെ വീട്ടിൽ പോകാം ഗൈസ്. നമുക്കപ്പോൾ വീട്ടിൽ എത്തിയിട്ട് കാണാം ഗൈസ്. നമ്മുടെ വണ്ടി ആക്സിഡൻ്റായി ഗൈസ്. നമ്മുടെ ചേച്ചി ഡെഡായി ഗൈസ്. നമ്മുടെ വണ്ടി മറ്റേ വണ്ടിയുടെ ടയറിലാണ് കയറിയിരിക്കുന്നത്. ഞാൻ പെട്ടെന്ന് കണ്ടില്ല ഗൈസ്. അവൻ പെട്ടെന്ന് കയറി വന്ന് ഞാൻ അങ്ങോട്ട് അറിയാതൊന്ന് ലുക്ക് പോയി. ആ സമയം കൊണ്ട് കയറി വന്നു ഗൈസ്. ഞാൻ തെറിച്ചു പോയി. ചോരയൊക്കെ തെറിച്ചു ഗൈസ്. ഷിറ്റ്. നമ്മുടെ വണ്ടിക്ക് എന്തോ പറ്റിയിട്ടുണ്ടോ? നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കട്ടെ ഗൈസ്. വണ്ടി എന്തോ പറ്റി. നമ്മുടെ വണ്ടി കണ്ട ഇങ്ങനെ ഇരിക്കുക ഗൈസ്. നോക്കട്ടെ. നമുക്ക് അങ്ങോട്ട് മാറ്റി നോക്കാം ഗൈസ്. ഇവൻ പെട്ടെന്ന് കയറി കൊണ്ടുവന്നു ഗൈസ്. ഇല്ല ഗൈസ് നമ്മുടെ വണ്ടിക്ക് വലിയ കുഴപ്പമില്ല. പക്ഷെ മറ്റേ വണ്ടിയുടെ ഇത് പോയി ഗൈസ്. അത് കുഴപ്പമില്ല. ഇവൻ്റെ കാറങ്ങ് നശിപ്പിക്കാൻ ഗൈസ്. ഇവൻ ചേച്ചിയെ ഡെഡാക്കി ഗൈസ്. ഷിറ്റ്. എൻ്റെയും ചോര ഒരച്ചു ഗൈസ്. ഞാൻ കണ്ടില്ല. ഞാൻ പെട്ടെന്ന് കയറി. ഞാൻ അങ്ങോട്ടൊന്ന് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ വണ്ടി ക്രാഷായി. പക്ഷേ നമ്മൾ ബീച്ചിൽ നല്ല വൈബ് അടിച്ച് വരുമായിരുന്നു ഗൈസ്. ഇനി നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. ഇനി നമ്മൾ വീട്ടിൽ എത്തി. നമുക്ക് കുളിച്ച് ഫ്രഷായി. എന്നാലും ചേച്ചി ഡെഡായി ഗൈസ്. ഗൈസ് എനിക്കിന്ന് എന്തോ കുഴപ്പമുണ്ട് ഗൈസ്. ഞാൻ പിന്നെ അവിടെ ചെന്ന് ഇടിക്കാൻ പോകുന്നു. നമുക്കെന്തായാലും ഇനി വണ്ടി അവിടെ കൊണ്ട് പാർക്ക് ചെയ്യാം. ഇവിടെ ഇരിക്കട്ടെ വണ്ടി. ഇവിടെ നമുക്ക് ഇങ്ങനെ പാർക്ക് ചെയ്യാം. ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ ഗൈസ്. എന്തായാലും ഇനി ഒന്ന് കുളിച്ച് ഫ്രഷായി ഒന്ന് കിടക്കണം. ഭയങ്കര ടയേർഡായി. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് അമർത്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ ബൈ, പീസ് ഔട്ട്.